നമസ്കാരം. ആസ്ട്രോളജി ടാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ ഈശ്വര ചൈതന്യവും ഐശ്വര്യവും നിലനിർത്താൻ വാസ്തുശാസ്ത്രപരമായും ആചാരപരമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിൽ ഏറ്റവും ഐശ്വര്യവും സമാധാനപരവുമാണെങ്കിലേ അവിടെ വസിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുകയുള്ളൂ. ഒരു വീടിന് സ്ഥാനം നോക്കുമ്പോഴും മുറികൾ നിശ്ചയിക്കുമ്പോഴും അടക്കം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീട്ടിൽ ഐശ്വര്യം വരണമെങ്കിൽ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീട് വൃത്തിയും വെടിപ്പും ഉള്ളതായിരിക്കണം. വീട്ടിൽ വടക്ക് കിഴക്ക് ദിശയെ അഭിമുഖീകരിക്കുന്ന രീതിയിലായിരിക്കണം പണമോ ആഭരണമോ സൂക്ഷിച്ചിരിക്കുന്ന ഗൃഹത്തിലെ ഷെൽഫുകളോ അലമാരകളോ സ്ഥാപിക്കേണ്ടത്. തെക്ക് പടിഞ്ഞാറ് ദിശയിലെ അലമാര സ്ഥാപിച്ചതിന് ശേഷം വടക്ക് ദിശയിലേക്ക് വാതിൽ തുറക്കുന്ന രീതിയിലായിരിക്കണം അലമാര. ഇങ്ങനെ ചെയ്യുന്നത് ഗൃഹത്തിൽ സമ്പത്ത് നിറയ്ക്കും. ഗൃഹത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും തുറന്നും ശബ്ദകോലാഹലങ്ങൾ ഒഴിഞ്ഞു സൂക്ഷിക്കുന്നതാണ് നല്ലത്. വടക്ക് ഭാഗത്ത് മുകളിലേക്ക് കയറുന്ന ഗോണിയോ ടോയ്ലറ്റോ അടുക്കളയോ നിർമ്മിക്കരുത്. വീടിൻ്റെ പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയായിട്ടും സൂക്ഷിക്കുക. ചില വീടുകളിലെ പ്രധാന വാതിൽ കണ്ടാൽ തന്നെ അറിയാം അവിടുത്തെ സ്ഥിതി. പൂജാമുറിയുടെയും പ്രധാന വാതിലിൻ്റെയും മുന്നിൽ ദിവസവും രാവിലെ വൈകുന്നേരം നിലവിളക്ക് കൊളുത്തുന്നത് ഐശ്വര്യം നൽകും. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം പൂജാമുറിയായി ഉപയോഗിക്കുക. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗം വീടിൻ്റെ കന്നിമൂല എപ്പോഴും ഭാരമുള്ള വസ്തുക്കൾ വെച്ച് വൃത്തിയായി സൂക്ഷിക്കുക. ഇത് കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയെയും ഐശ്വര്യത്തെയും വളർത്തുന്നു. രാവിലെയും വൈകുന്നേരവും വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിൽ വിളക്കുകൾ തെളിയിക്കുന്നത് വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും. രാവിലെയും വൈകുന്നേരവും വീട്ടിൽ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം എന്നിവ ചൊല്ലുന്നത് വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുവാൻ നല്ലതാണ്. വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുവാനും നല്ലതാണ്. വീട്ടിൽ ജലത്തുള്ളികൾ വീഴുന്ന ടാപ്പുകൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. ജ്യോതിഷപ്രകാരം സമ്പത്ത് ഇതുപോലെ ചോർന്നു പോകുമെന്നാണ് വിശ്വാസം. മറ്റൊരു വീട്ടിൽ ഉപയോഗിക്കുന്ന പഴയ ചൂൽ ഒരിക്കലും ഉപയോഗിക്കരുത്. പുതിയ ചൂൽ വാങ്ങുന്നതാണ് നല്ലത്. മോശ സ്ഥലങ്ങളിൽ നിന്നോ പാവപ്പെട്ടവരുടെ പറമ്പിൽ നിന്നോ മണ്ണ് കൊണ്ടുവരരുത്. മറ്റൊരു വീട്ടിൽ ഉപയോഗിക്കുന്ന പഴയ വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കരുത്. സ്വന്തം വസ്ത്രങ്ങൾ വാങ്ങുക. വീട്ടിൽ പൊട്ടിയ വസ്തുക്കളോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ കണ്ണാടികൾ, പാത്രങ്ങൾ, ക്ലോക്കുകൾ എന്നിവ വീട്ടിൽ സൂക്ഷിക്കുന്നത് സാമ്പത്തിക തടസ്സത്തിന് കാരണമാകും. വെള്ളത്തിൻ്റെ സാന്നിധ്യം വീടിൻ്റെ വടക്കുഭാഗത്ത് അക്വേറിയം വയ്ക്കുന്നത് സമ്പത്തും പുതിയ തൊഴിലവസരങ്ങളും കൊണ്ടുവരുന്നതിന് നല്ലതാണ്. വീടിനകത്ത് കൃത്രിമ ചെടികളും പൂക്കളും വയ്ക്കുന്നത് നല്ലതല്ല. ഇതുപോലെ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് വീട് ഐശ്വര്യമുള്ളതാക്കി തീർക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.